സമയത്താണ് രാജാവ് ഉടുക്കൻ ഇപ്പം എങ്ങനെയാ കൈകേയിയുടെ അടുത്തിപ്പം സമാധാനം ഒന്ന് പറഞ്ഞ് മനസ്സ് സമാധാനാക്കിയിട്ട് രാമൻ്റെ ആ വനവാസവും ഭരതൻ്റെ രാജ്യം ഭരിക്കുക എന്നുള്ള കഥയും ഒക്കെ ഒന്ന് മാറ്റി നേരെയൊക്കെ എന്നിങ്ങനെ ആലോചിച്ച് വേവലാതിപ്പെട്ടിട്ട് രാജാവ് പറയുകയും ചെയ്തു. പലതരത്തിൽ പറഞ്ഞു നോക്കി, അതൊന്നും കൈകേയിയുടെ മുമ്പിൽ ചിലവായില്ല. കൈകേയി രാജാവിനോട് ചോദിച്ചു, രാജാവേ, സത്യം എന്ന് പറഞ്ഞതൊന്ന് ഇക്ഷ്വാകു വംശത്തിൽ കേമാണെന്നാണ് മനസ്സിലാക്കിയത്. അപ്പം അതുകൊണ്ട് അങ്ങ് എനിക്ക് സത്യമാണ്, അപ്പം എന്നോട് അങ്ങ് വാക്ക് തന്ന സത്യം ചെയ്തതാണ്. ഇനിയിപ്പോൾ അത് മാറ്റി പറയണതൊക്കെ രണ്ടാം തരല്ലേ രാജാവേ, അതുകൊണ്ട് അങ്ങ് എന്തു വേണ്ടു? സത്യവ്രതനാണ്, സത്യനിഷ്ഠനാണ്, വംശത്തിൻ്റെ മഹിമ പരിപാലിക്കുന്ന ആളാണെന്നൊക്കെയാണ് അങ്ങയുടെ നാട്യം. അങ്ങ് എന്ത് ചെയ്യണം? ഈ സത്യം പരിപാലിച്ച് എൻ്റെ ആ 2 വരം അങ്ങപ്പം എനിക്ക് തരണം. 2 വരം അങ്ങ് തരാമെന്ന് പറഞ്ഞതാണത്. എന്ത് വരാണെന്ന് അങ്ങന്ന് പറഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ളത് തരാമെന്നാ പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടം ഏത് ഇപ്പം പറഞ്ഞത്. അപ്പം അതും ഇങ്ങോട്ട് തന്നോളൂ, അതേപ്പം എനിക്ക് വേണ്ടു എന്ന് പറഞ്ഞു. രാജാവിനാണെങ്കിൽ ഈ കൈകേയി ഇങ്ങനെ എന്താ പറയുക, ഈ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഈ പുളിയുറുമ്പ് കയറിയ മാതിരി ഇങ്ങനെ ഉപദ്രവിക്കുക. ഈ കുപ്പായത്തിൻ്റെ ഉള്ളിലൊക്കെ പുളിയുറുമ്പ് കയറിയ എങ്ങനെ ഉണ്ടാവും? ഈ പുളിയുറുമ്പ് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മരത്തിൻ്റെ മുകളിൽ വള്ളിയുമ്പിലൊക്കെ കൂട്ടിയിട്ട് ശ്രശ കൊല്ലിയ കൂടൊക്കെ ആയിട്ട് ആ ജന്തു ഉള്ളിക്ക് അങ്ങോട്ട് കയറി ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കടിക്കുകയും ചെയ്യും, നല്ലോണം പൊള്ളും ചെയ്യും, വേദനിക്കുകയും ചെയ്യും. അല്ലാതെ എവിടെയാണ് നിശ്ചയുണ്ടാവില്ല, ആകെ കൂടി ഒരു പരാക്രമം, പുറത്തേക്ക് പോകൂല. ഇങ്ങനെ ഒരു ശല്യമായിട്ട് ഉപദ്രവകാരിയായിട്ട് തീർന്നു ആര്? ഈ പറയുന്ന കൈകേയി. ഒടുക്കൻ രാജാവ് പറഞ്ഞു, കൈകേയി ദുഷ്ടയാണ് നീയെ, നിൻ്റെ മനസ്സ് ലവലേശം കാരുണ്യമില്ലാത്തതാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ്, മൃതേ മയി ഗതേ രാമേ വനം മനുജപുങ്കവേ ഹന്ത അനാര്യേ മമ അമിത്രേ സകാമ സുഖിനി ഭവ. രാമൻ കാട്ടിക്ക് പോയാൽ ഞാൻ മരിക്കും. അങ്ങനെ രാമൻ കാട്ടിക്ക് പോയി ഞാൻ മരിച്ചിട്ട് നീ സുഖമായിട്ട് ഇവിടെ കഴിയുക. ആര് പറഞ്ഞു? നീ സുഖിക്കുക, രാജാവ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കുറേ കഴിഞ്ഞാൽ രാജാവ് ഒന്നും മിണ്ടാതെ ബോധം കെട്ട മാതിരിയാവും. കുറച്ചു നേരം പിന്നെ ഒന്നും മിണ്ടില്ല, കൈകേയും മിണ്ടില്ല. അങ്ങനെ രാജാവിൻ്റെ കാലം മുമ്പിലേക്ക് പോയി സന്ധ്യ കഴിഞ്ഞു, രാത്രിയോളം ആയി. രാത്രിയെ പോയി കുറേ നേരമായില്ലേ തുടങ്ങിയിട്ട്, ഏതാണ്ട് ഒരു 3-3:45 തുടങ്ങിയിട്ടുണ്ടാവും. കൈകേയം ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് അവിടുന്ന് പോകുന്നതാണല്ലോ. ഏതാണ്ട് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ടാവേ. അപ്പോൾ ആ സമയത്ത് നോക്കൂ, ചന്ദ്രനെ കുതിച്ചു വന്ന് തുടങ്ങി. അതല്ലേ എന്താ അപ്പം നല്ല, ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ രാത്രി എന്ത് ഭംഗിയുള്ള രാത്രി ആവേണ്ടതാണ്. ആഘോഷത്തിമർപ്പാണ് നാട് മുഴുവനെയും. ഇപ്പോഴും ഉണ്ട് പല ദിക്കുന്നു മേളവും പാട്ടും കൊട്ടും ആട്ടവും ആളുകളുടെ സന്തോഷ വർത്തമാനങ്ങളും പൂക്കളും പഴങ്ങളും ഒക്കെ ആയിട്ട് അങ്ങാടിയും പലതിക്കും അലങ്കരിക്കുന്നതും വീടുകളൊക്കെ അടിച്ച് തടച്ച് തുടിച്ചില്ലേ വെടുപ്പാക്കണതും ഒക്കെ എന്താ ഭംഗിയായിട്ടാണ് ചെയ്യണത്. രാജാവ് ഇങ്ങനെ ചിന്തിച്ചു, എന്താ അല്ലേ ആ പൂർണ്ണചന്ദ്രൻ ഉദിച്ചതാ വരണം. രാജാവാണെങ്കിലോ തഥൈവോഷ്ണം വിനിശ്വസ്യ വൃദ്ധോ ദശരഥോ നിറപ്പ. ആ വയസ്സായ രാജാവ് എന്താ പറയുക, നിശ്വസ്യ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? വിനിശ്വസ്യ, ഇങ്ങനെ ശ്വാസം വലി മാത്രമായിട്ട് തീർന്നു. ശ്വാസം വലിക്കുക പറഞ്ഞാൽ നമ്മളൊക്കെ വലിക്കണില്ലേ, അജാതി വലിയല്ല. എന്താണെന്നറിയോ, നമുക്ക് ഈ വേവലാതി ഇങ്ങനെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് എന്തിന് ശക്തി കൂടും? ശ്വാസത്തിനൊരു ശക്തി കൂടും. അപ്പം നമുക്ക് എന്ത് വരും? എപ്പോഴും നമ്മൾ അങ്ങനെ ശ്വാസം വിടില്ല. എന്തെങ്കിലും ദണ്ണം, ദുരിതം, ഹൃദയത്തിൽ വേദന, നിരാശ, വയ്യായ, വിഷമങ്ങൾ, ദുഃഖം, ക്ലേശമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ശ്വാസത്തിന് ദീർഘവും ഇങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസം വരിക. ദീർഘനിശ്വാസത്തിൻ്റെ ശക്തിയായിട്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ രാജാവാണെങ്കിൽ ഇങ്ങനെ നിലവിളിച്ച കഷ്ടത്തിലായിട്ട് ഇരിക്കുന്ന സമയത്ത് രാജാവ് പറഞ്ഞത് എന്താണെന്നറിയോ? രാത്രി ഇങ്ങനെ നല്ല നക്ഷത്രങ്ങളൊക്കെ ആയിട്ട് തിളങ്ങി മിന്നി ചന്ദ്രനൊക്കെ ഉണ്ട്. ഇപ്പം രാജാവ് പറയുകയും ചെയ്തു, ന പ്രഭാതം ദവേച്ഛാമി നിശേ നക്ഷത്രഭൂഷണേ ക്രിയതാം മേ ദയാ ഭദ്രേ മയാ രചിതോഞ്ജലി. രാജാവ് കൈകേയിയോട് അവസാനമായിട്ട്, രാജാവ് ഇടയ്ക്ക് ദേഷ്യപ്പെട്ട കുറവൊന്ന് പറയിച്ചാലും ശാപം പോലെയൊക്കെ പറയിച്ചാലും ഒടുക്കം പിന്നെയും കൈകേയിയോട് പറയും, കൈകേയി എന്നാലും കൈകേയി ഒന്ന് ക്ഷമിക്കുമോ, കൈകേയിയെ ഒന്ന് നീ മനസ്സിരുത്തുമോ, കൈകേയിയെ ഇങ്ങനെ പറയും രാജാവ്. ഇപ്പം രൂക്ഷമായിട്ട് പറഞ്ഞ രാജാവ് ഒന്ന് ശമിച്ച് ശാന്തായി ദുഃഖമായി കുറച്ചു നേരം നിലവിളിച്ച് കരഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞു, ന പ്രഭാതം തവേച്ഛാമി. നേരം വിളിച്ചാവരുതേന്നേ ഉള്ളൂ എനിക്കൊരു പ്രാർത്ഥന. രാജാവ് പറയും, വിളിച്ചാൽ എന്താ ഉണ്ടാവുക? എന്തൊക്കെ ആരോടൊക്കെ പറഞ്ഞ് ആരൊക്കെ വന്ന് കാത്ത് നിൽക്കണ്ടാവും, അവരോടൊക്കെ പറയണ്ടേ. ഇപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ എന്തൊരു ബുദ്ധിമുട്ടല്ലേ അത്. കല്യാണമൊക്കെ ഒരുക്കി വലിയ ഗെയിമായിട്ട്, നല്ല ഗെയിം, എത്ര 10,000-20,000 ആളുകളൊക്കെ വിളിച്ചിരുത്തിയിട്ട് വലിയ ഗെയിമായിട്ട് നമ്മുടെ പറമ്പിലും അടുത്ത വീട്ടിലെ നാരായണനായരുടെ പറമ്പിലും കല്യാണമ്മയുടെ പറമ്പിലും അപ്പട്ടനായരുടെ പറമ്പിലൊക്കെ വലിയ വിസ്താരമുള്ള പന്തലും ദേഹണക്കാരന്നെ 30 ആളുണ്ട്.
അത്രയ്ക്ക് കേമായിട്ടൊക്കെ വേണച്ചിട്ട് ഗംഭീര സദ്യയൊക്കെ ഒരുക്കിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. ബന്ധുക്കളും കുടുംബക്കാരൊക്കെ അങ്ങനെ നിൽക്കണുണ്ട്. നമ്മളാണെങ്കിൽ 133 പവൻ പണ്ടും 2 കാറും അങ്ങനെ ഒക്കെ നേരെയാക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണേ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്താണ്ടായെന്ന് വെച്ചിട്ടുണ്ടോ, മകള് ഇങ്ങനെ കല്യാണ മണ്ഡപത്തേക്ക് വന്നിട്ട് മാല കൊണ്ടുപോയിട്ട് ആ പയ്യൻ്റെ കഴുത്തിലിട്ടിട്ട് ഓട്ടോറിക്ഷയെ കയറിപ്പോയി. ആരുടെ കൂടെ? കാമുകൻ്റെ കൂടെ പോയി. ഇത്ര നീ 133 പവൻ എന്ത് ചെയ്യും? 2 കാറും ഈ 2000 ആൾക്കാർ എന്ത് ചെയ്യും? നാണും പോയി, മാനവും പോയി, കഥയും പോയി, എന്തെങ്കിലും ഇല്ലേ? അപ്പം അച്ഛനും അമ്മ എന്ത് വിചാരിക്കും? ഇപ്പം അങ്ങോട്ട് ഭൂമി കുഴിയായിട്ട് അതിൻ്റെ അടിക്ക് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കോ ഇല്ലേ? അമ്മ വിചാരിക്കോ ഇല്ലേ? കുട്ടി ഇപ്പോൾ പ്രേമിച്ചത് തെറ്റോ ശരിയോ എന്നൊന്നും പറയില്ല. അച്ഛൻ്റെ അമ്മയുടെയും കണ്ണിക്കൂടിയുള്ള അവസ്ഥയെന്ന് ചിന്തിച്ചു നോക്കുക, എന്താ ഉണ്ടാവുക? ഇപ്പം ഇവിടെ ഇങ്ങോട്ട് നിലം കുഴിഞ്ഞിട്ട് നിന്ന നിപ്പിന് അങ്ങോട്ട് പോയിട്ട് കുഴി അങ്ങോട്ട് നികന്ന് കിട്ടി. ഈ 2 സാധനം എങ്ങടാ പോയി എന്ന് എന്തെങ്കിലും ചെയ്യട്ടെ പറ്റുള്ളൂ. പൊട്ടന്നേരം നരന്നേരൊക്കെ പന്തൽ പൊളിച്ച് കളയും, എന്തെങ്കിലും ആയിക്കോട്ടെ. ശരിയല്ലേ ഇത്? അങ്ങനത്തെ ഒരു തോന്നൽ രാജാവിന് ഇപ്പം അതാ തോന്നൽ. വെളിച്ചാവരുത് നേരം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ ബുദ്ധിയാണതേ, അപമാനം. ആളുകളോട് എന്ത് പറയും? രാജാവ് നേരത്തെ പറഞ്ഞില്ലേ, രാജാവ് ഇങ്ങനെ ഒരു പെൺകോൻ തന്നെ മാതിരി നടക്കൊണ്ട് കഷ്ടത്തിലായി മകനെ കാട്ടിക്ക് പറഞ്ഞയച്ചു ഇത്രയെന്നൊക്കെ ആൾക്കാർ പറയും എന്നൊക്കെ രാജാവിനെ ചിന്തിച്ചു തുടങ്ങി. രാജാവ് പറഞ്ഞു, ക്രിയതാമേ ദയ, അതുകൊണ്ട് കൈകയ്യെ ദയ കാണിക്കും, നീ ഇങ്ങനെ ഉപദ്രവിക്കരുത് തന്നെ. എനിക്ക് എന്തേ പറയാനുള്ളൂ? മയായം രചിതോഞ്ജലി, എൻ്റെ മുമ്പിൽ ഞാൻ വീണ്ടും കയ്യ് കൂപ്പുക. ഇത്ര നേരമായി കയ്യ് കൂപ്പണോ കാൽക്കൽ വീഴണോ രാജാവ്? നമ്മളെന്താന്ന് വെച്ചിട്ടോ, ചില സ്വിച്ചൊക്കെ കുറേ നേരം അമർത്തിയാൽ പിന്നെ അത് അമർത്തിയാൽ ഒന്നും ഉണ്ടാവില്ല. എന്ത് ചില യന്ത്രത്തിൻ്റെ സ്വിച്ചൊക്കെ കുറേ നേരം നമ്മളങ്ങനെ അമർത്തിയാലേ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്താവില്ല, അത് പ്രവർത്തിക്കില്ല. ഇത് എന്നിട്ട് പിന്നെ അതിൽ എഴുതി കാണിക്കും, ഇനി ഈ സ്വിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് വരുമെന്ന്. എന്തിനും അങ്ങനെ പറയാം. ചായ നമ്മൾ കുടിച്ചോളൂ, അതാണ് അതിൽ പറയില്ല. എന്നാലും ഇനി നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ തൊടാവൂ എന്നൊക്കെ പറയില്ലേ. എന്താ കാരണം? നമ്മൾ ഈ ഒരേ ദിക്കിൽ വീണ്ടും വീണ്ടും എന്ത് ചെയ്തിട്ട് കാര്യമില്ല, ഫലിക്കില്ല. രാജാവ് എന്തൊക്കെ പറഞ്ഞിട്ടും കൈകയുടെ ഉള്ളിൽ ഒരു മാറ്റവും ഇല്ല. രാജാവ് വാസ്തവത്തിൽ എന്താ ചെയ്യാൻ? മിണ്ടാണ്ടിരിക്കാൻ നല്ലത്. എന്താ ഒരു കാര്യമില്ല, കൈകയുടെ അടുത്ത് പാറ പോലെ ഉറച്ച് നിൽക്കുകയാണ്. രാജാവ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിലവിളിക്കണോ കരയണോ. അവസാനം രാജാവ് വീണ്ടും തൊഴുതിട്ട് പറഞ്ഞു, പ്രസീദദേവി, പ്രസാദിക്കണേ. രാമോമേ തൊദ്ദത്തം രാജമവ്യയം ലഭതാമസിതാവങ്കേ യശഃ പരമവാപ്നു ഹി. അതുകൊണ്ട് രാജാവായിട്ട് ഞാൻ നിശ്ചയിച്ചതാണ്, എല്ലാവരോടും പറഞ്ഞതാണ്. അവരൊക്കെ വന്ന് നിന്ന് നാളെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അപമാനിക്കില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? എന്നോട് പ്രസാദിക്കണം. മമ രാമസ്യ, അല്ലേ, രാമൻ്റെ കാര്യം പറയുമ്പം ലോകസ്യ ഗുരുണാം ഭരതസ്യ ച. അതുകൊണ്ട് പ്രിയമേതൽ ഗുരുശ്രോണി സുന്ദരി, നീ ഇങ്ങനെയൊക്കെ എന്നോട് പറയുമ്പം രാജാവ് വീണ്ടും വീണ്ടും കുറേയൊക്കെ പറഞ്ഞു നോക്കി. കൈകേയി ഇത് കേട്ടിട്ട് രാജാവിനോട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, രാജാവേ അങ്ങോട്ടേക്ക് ഒന്നേ പറയാനുള്ളൂ. അങ്ങ് എന്താണെന്നറിയോ, അങ്ങ് ഈ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ട് പാടിക്കൊഴയ എൻ്റെ മുമ്പിൽ നേരെ നിൽക്കൂ രാജാവേ എന്നും പറഞ്ഞു. എന്താ നോക്കൂ, എന്താ പറഞ്ഞത്? പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പാപം കൃത്വൈവ കിമിതം മമ സംശ്രുത്യ സംശയം. ചെയ്യാൻ പാടില്ലാത്ത അന്തല്യായൊക്കെ ആദ്യം ചെയ്ത് വെച്ചിട്ട് ശേഷേ ക്ഷിതിതലേ, ഇപ്പം വിലങ്ങനെ കിടക്കുക ഭൂമിയിൽ. സന്നസ്ഥിത്യം സ്ഥാതും തയ്യാറിഹസി, നേരെ നിൽക്കൂ രാജാവേ എന്ന്. നേരെ നിൽക്കുക പറഞ്ഞ അർത്ഥം എന്താ? ഈ അടിക്കുഴയിലൊക്കെ മാറ്റിയിട്ടേ തൻ്റെ ഇടത്തിൽ നിൽക്കുമെന്ന് പറഞ്ഞതിൻ്റെ മുകളിൽ ഉറച്ച് നിൽക്കും. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കയ്യ് കൂപ്പണോ തൊഴണോ ഞാൻ എന്തോ വീഴണോ നമസ്കരിക്കണമെന്നും പറഞ്ഞ കുഴയല്ല വേണ്ടത്, നേരെ നിൽക്കുമെന്നും പറഞ്ഞു. രാജാവിന് മനസ്സിലായി ഇത് നേരെ ആവണ ജാതിയല്ല എന്ന്. എന്ത് വല്ലാത്ത സമ്പ്രദായം. രാജാവ് പറഞ്ഞു, സത്യം സമനുവർത്തസ്വ, സത്യത്തിൽ ഉറപ്പിച്ചോളൂ. അതേ പറഞ്ഞു, യതി ധർമ്മേ ധൃതാമതി. അങ്ങ് വലിയ ധർമ്മിഷ്ഠനാണെന്നല്ലേ കുട്ടിപ്പാടി നടക്കണത്. അതുകൊണ്ട് ധർമ്മത്തിൽ ഉറച്ച ആളാണെങ്കിൽ അതിനനുസരിച്ച് നീക്കും. എനിക്കതേ പറയാനുള്ളൂ. പ്രവ്രജയ സുതം രാമം തെഖലുത്വം പ്രവീമ്യഹം. അങ്ങോട്ട് 3 തവണ ഞാൻ പറയും, രാമനെ കട്ടിക്കയച്ചോളൂ, അത് തീരുമാനമാവുമെന്നും പറഞ്ഞു. എന്ത് 3 തവണ ഞാൻ പറയും, സൂക്ഷിച്ചോളൂ അങ്ങാന്നും പറഞ്ഞു. പ്രവ്രാജയ എന്ന് പറഞ്ഞാൽ പറഞ്ഞയച്ചോളൂ എന്നാ, കാട്ടിലേക്ക് അയച്ചോളൂ, ഇതേ വേണ്ടത്, ഇത്രയേ ഉള്ളൂ രാമ. എന്നിട്ട് രാമന് അഭിഷേകം ചെയ്യാൻ വെച്ചതുകൊണ്ട് ഭരതന് അഭിഷേകം ചെയ്യുക, അതാ വേണ്ടതെന്നും പറഞ്ഞു കൈകേയി. അപ്പോൾ ദശരഥ മഹാരാജു ദേഷ്യപ്പെട്ടിട്ട് കൈകേയിയോട് പറഞ്ഞു, രാമന് അഭിഷേകം ചെയ്യാൻ വെച്ചതുകൊണ്ട് ഭരതന് അഭിഷേകമല്ല, എൻ്റെ പിണ്ടം കഴിച്ചോളൂ നീയെന്നും പറഞ്ഞു. ആരോട്?
കൈകൈയോട് പറഞ്ഞു, എന്ത് പിണ്ടം കഴിക്കാൻ? രാമ കാരയിതവ്യോമേ മൃതസ്യ സലിലക്രിയ, മരിച്ചുപോയി എൻ്റെ ക്രിയ ഉണ്ടാവില്ലേ, അത് നീ അതുകൊണ്ട് ചെയ്തോളൂ. ദർഭയും ചാമതിയൊക്കെ എല്ലാറ്റിനും വേണമല്ലോ. ഇതിന് അഭിഷേക ക്രിയയ്ക്കും വേണം, മറ്റേ ക്രിയയ്ക്കും വേണമല്ലോ. ഏതായാലും ചെയ്യൂ നീ എന്നും പറഞ്ഞു. രാജാവ് രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത്. അതുകൊണ്ട് നശക്തോദ്യസ്മ്യാഹം ദ്രഷ്ടും ദൃഷ്ടുക, എന്നെ എനിക്ക് കാണാനേ മോഹമില്ല, എൻ്റെ മുമ്പിൽ കാണരുത് എന്നെന്നും പറഞ്ഞു ആരോട്? കൈകൈയോട് പറഞ്ഞു. അതുകൊണ്ട് പ്രഭാത ശർവരീ പുണ്യ ചന്ദ്രനക്ഷത്രശാലിനി. പക്ഷേ നമ്മൾ എന്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും, നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും, ഉറങ്ങിയാലും ഉണർന്നാലും, നിന്നാലും നടന്നാലും, കിടന്നാലും പറഞ്ഞാലും, എന്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നേരം വെളിച്ചാവും. നേരത്തിൻ്റെ നേരാവുമ്പോൾ നേരം വെളിച്ചാവില്ലേ? ഇവിടെ ഇപ്പം എന്തുണ്ടായത്? തം തഥാ ബ്രുവതസ്തസ്യ ഭൂമിപസ്യ മഹാത്മന പ്രഭാത ശർവരീ പുണ്യ ചന്ദ്രനക്ഷത്രശാലിനി. ചന്ദ്രനും നക്ഷത്രമൊക്കെ ആയിട്ട് തിളങ്ങി മിന്നി നിന്ന ആ രാത്രിയില്ലേ, അതെന്തായിട്ട് തീർന്നു? ശർവരീ പ്രഭാത. ശർവരി രാത്രി, പ്രഭാത വെളിച്ചായി, രാത്രി വെളിച്ചായി, നേരം പ്രഭാതമായിട്ട് വന്നു എന്നർത്ഥം. സാധാരണഗതിയിൽ നേരം വെളിച്ചാവാറായി എന്ന് കണ്ടാൽ രാജാക്കന്മാരെ എങ്ങനെയാണ് ഉണരുക എന്നറിയോ? രാജാക്കന്മാരെ ഉണർത്താൻ വൈതാളികൻ, സൂതമാഗധ വന്തികൾ, വൈതാളികന്മാരൊക്കെ വരും. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും ഇല്ലല്ലേ? ഈ രാജാക്കന്മാരെ ഉണർത്താൻ ഈ സൂതന്മാര്, മാഗധന്മാര്, വൈതാളികന്മാര്, വന്തികൾ എന്നൊക്കെ പറഞ്ഞൊരു വിഭാഗക്കാരുണ്ട്. ഇവരൊക്കെ കൊട്ടാരത്തിലെ ശമ്പളക്കാരാ. ഇവർ രാവിലെ രാജാവ് ഉണരുന്ന സമയത്ത് രാജാവിൻ്റെ ഉറങ്ങണ മുറിയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് അവരെന്ത് പറയും? മഹാരാജാവ് മഹാകേമനാണ്, അങ്ങയുടെ മുഖം ചന്ദ്രനെ പോലെ കാണാനായിട്ട് പ്രജകൾ ആഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല വാക്കുകൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? രാജാവിൻ്റെ മുഖമൊക്കെ ഏതാണ്ട് വസൂരിക്കലൊക്കെ അങ്ങനെ ഉണ്ട്, എന്നാലും ആ പുഞ്ചിരി തൂവണ മുഖം കണ്ട് ആനന്ദിക്കാനായിട്ട് പ്രജകൾ അങ്ങേ കാത്തിരിക്കണം. അതുകൊണ്ട് രാജാവെ അങ്ങ് ഉറക്കം വിട്ട് എഴുന്നേൽക്കോ, മെത്ത വിട്ട് എഴുന്നേൽക്കോ, പണ്ട് മറ്റേ ദിഗ്ഗജം എഴുന്നേൽക്കണ മാതിരി അങ്ങ് എഴുന്നേൽക്കോ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ പാട്ടുകളൊക്കെ പാടിയിട്ടാണ് രാജാവിനെ ഉണർത്തുക. അങ്ങനെ ഒരു പതിവുണ്ട്. അത് എന്തിനാ ചോദിച്ചാൽ, ഇപ്പം നമ്മളെയൊക്കെ ഉണർത്താൻ ചെപ്പോടം ചൂലൊക്കെയാണ് പതിവ്. എന്ത് അങ്ങനെയില്ലേ? ആദ്യം കലശാടും, പിന്നെ മാർജനം ചൂലുണ്ട്. അങ്ങനെയൊന്നും അത് നമ്മളൊക്കെ സാധാരണക്കാർ ആരെ കൊണ്ടാടാനുള്ളത്? ആരും കൊണ്ടാടാനില്ല. അവനവൻ തന്നെ നിന്ന് ആടുക എന്നല്ലാതെ ഇല്ലേ? വേറെ ആരാ? അപ്പം നമ്മൾ രാജാക്കന്മാരുടെ മാതിരി. പക്ഷെ രാജാക്കന്മാരൊക്കെ ഇങ്ങനെ കൊണ്ടാടാൻ കാരണം എന്താ ചോദിച്ചാൽ, രാജാക്കന്മാർ നമ്മുടെ മാതിരി ഇല്ലേ? രാജാക്കന്മാർക്ക് മനസ്സിലൊക്കെ എപ്പോഴും യുദ്ധം, അത് ഇത് മറ്റേത് രാജ്യകാര്യം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലെപ്പോഴും എന്തുണ്ടാവും? മനസ്സ് വലിയ സംഘർഷമായിരിക്കും. നമുക്ക് തന്നെ അറിയില്ല, ഒരു കുടുംബം കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പേക്ക് ഗ്യാസിൻ്റെ കുറ്റി തീർന്നു എന്ന് ഭാര്യയുടെ വക നിലവിളി, അപ്പോഴേക്ക് ഉപ്പിൻ്റെ ഭരണി തീരം തുടങ്ങി എന്നുള്ളതിൻ്റെ നിലവിളി, അപ്പോഴേക്ക് അവിടെ പശുവിന് വെള്ളം കൊടുക്കാത്തതിൻ്റെ നിലവിളി, മിറ്റടിക്കാൻ പറ്റുള്ളൂ വരാത്തതിൻ്റെ നിലവിളി, അപ്പോഴേക്ക് കുട്ടി ഊര കുത്തി കോണിയുമെന്ന് വീണതിൻ്റെ നിലവിളി, മൂന്നാമത്തതിന് ട്യൂഷന് പോകണമല്ലോ അച്ഛാ എന്നെ കൊണ്ടുപോകുന്നു അതിൻ്റെ നിലവിളി. ഇതെല്ലാം കൂടി നിലവിളിയൊക്കെ നേരെയാക്കി വന്നിട്ട് നമ്മളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ജീവിത ജയം. അപ്പോൾ ഒരു ചെറിയ കുടുംബം കൊണ്ട് നടക്കൽ തന്നെ എളുപ്പമാണോ? അല്ല, അത് ഉത്തരവാദിത്തത്തിൽ കൊണ്ട് നടക്കണേക്കെ എളുപ്പമല്ല ആണോ? പല ജാതി ഉത്തരവാദിത്തങ്ങൾ ഏതാ അതിൽ ഉപേക്ഷിക്കുക? പലതും ഉപേക്ഷിക്കാൻ വയ്ക്കുകയോ? ഒന്നും ഉപേക്ഷിക്കാൻ വയ്യ. എല്ലാം അതിൻ്റെ പ്രാധാന്യത്തോടെ പരിപാലിച്ച് കൊണ്ടുപോട്ടെ. ഒരു ചെറിയ കുടുംബത്തെ കാര്യങ്ങൾ പരിപാലിച്ചിട്ട് പ്രാന്തായവരാണ് മുക്കാലിപ്പോൾ ആസ്പത്രി കിടക്കുന്നത്. അപ്പോൾ ഒരു രാജ്യമൊക്കെ പരിപാലിക്കുന്ന രാജാവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചിന്തകൾ വന്നും കടന്നും പോകും. ഒന്ന് വെറുതെ ആലോചിച്ച് നോക്കും. നമുക്ക് വെറുതെ ആലോചിച്ചാൽ പിടുത്തം കിട്ടി. അപ്പം അങ്ങനെയുള്ള രാജാക്കന്മാർ എപ്പോഴും മുഷ്ണും അവർക്ക് ഉറക്കമൊന്നും നേരെ വരില്ല. രാത്രി ഇങ്ങനെ ശത്രു വരുന്നുണ്ടോ ആലോചിച്ച് ഉറക്കം വരുമോ? നമുക്ക് വർക്കല നാരായണൻ നായർ അതിർത്തി മാന്തണ്ടോ എന്ന് ആലോചിച്ചിട്ട് എന്ത് വരുന്നില്ല? ഉറക്കം വരുന്നില്ല. അപ്പോൾ പിന്നെ ശത്രു വന്നിട്ട് നമ്മുടെ രാജ്യം ആക്രമിക്കുമോ എന്നിങ്ങനെ ആലോചിച്ച് ഉറക്കം വരുമോ? നമുക്ക് നിസ്സാരത്തൊന്നും ഉറക്കം വരില്ല. അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ഉറക്കം വരില്ല. വേറെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ ആഭ്യന്തര കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ട്. അപ്പം ഇങ്ങനെയുള്ള രാജാക്കന്മാരുടെ മനസ്സിങ്ങനെ സംഘർഷപൂരിതമായിട്ടിരുന്നാൽ രാജ്യഭരണം നേരെയാവില്ല. അപ്പോൾ രാജാക്കന്മാരുടെ മനസ്സെപ്പോഴും ശാന്തമാവണം. ശാന്തമായ മനസ്സിലെ ശരിയായ തീരുമാനങ്ങളും ശരിയായ ദിശാ വഴികളുടെ പോക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിലൊക്കെ കശപിശയാവും. രാജാക്കന്മാരുടെ മനസ്സ് ദേഷ്യം വരിക കലശാവുകയോ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പോൾ പ്രജകളൊക്കെ ബാധിക്കും. അപ്പം അതുകൊണ്ട് രാജാക്കന്മാരുടെ മനസ്സ് എപ്പോഴും ശാന്തമായിട്ടിരിക്കണം എന്ന് കണക്കാക്കിയിട്ട് അതൊരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ്. അതെന്ത്? സ്തുതിപാഠകൻ ഡിപ്പാർട്ട്മെൻറ്റ്. അവർ രാവിലെ 6:30 മുമ്പായിട്ട് എന്ത് ചെയ്തിരിക്കും?
രാജാവ് എഴുന്നേൽക്കൻ്റെ മുമ്പിൽ വന്നവർ സ്തുതി ഇങ്ങനെ പറയും. രാജാവിന് അറിയാം അതൊന്നും ശരിയല്ല. എന്നാൽ ഈ നല്ല വർത്തമാനം കേൾക്കുമ്പോൾ ഒരു സുഖാണേ. രാവിലെ തന്നെയൊക്കെ നമ്മൾ നല്ല വർത്തമാനമൊക്കെ ആരെങ്കിലുമൊക്കെ വന്നിട്ട്, അതല്ലേ നമ്മൾ രാവിലെ ആരെയും കാണുമ്പോൾ ആദ്യം എന്താ പറയുക? കണ്ടാ മിണ്ടാണ്ട പോകുന്നില്ലേ? അങ്ങനെ ചെയ്യരുത്. നമ്മൾ രാവിലെ ആരെയും കണ്ട എന്താ പറയുക? ആദ്യമായിട്ട് കാണുമ്പോൾ എന്താ പറയുക? ആരും ഒന്നും പറയാറില്ല അല്ലേ? നമ്മൾ കാണില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടാൽ എന്താ പറയുക? ഗുഡ് മോർണിംഗ് എന്ന് പറയും. നല്ല മോർണിംഗ് ആണ്, ഊര കുത്തി വീണിട്ടാ വരണത്, എന്നാലും ഗുഡ് മോർണിംഗ് എന്ന് മറ്റുള്ള എന്താ പറയും? ഗുഡ് മോർണിംഗ്. അപ്പം അത് നമുക്ക് വേദനയില്ല, വിഷമമില്ല, ക്ലേശമില്ല, സന്തോഷം കൊണ്ട് ഇങ്ങനെ അട്ടഹസിച്ച് സന്തോഷിച്ച് വരികയാണെന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. രാവിലെ കാണുമ്പം ഒരു നന്മ പറയുക. അപ്പോൾ അദ്ദേഹം ഒരു നന്മ ഇങ്ങോട്ട് പറയും. അപ്പം നല്ലൊരു വർത്തമാനം കേട്ടു, എല്ലാവർക്കും ദുഃഖണ്ടേ. അപ്പം നമ്മൾ ആ നന്മയെന്ന് തുടങ്ങുക എന്നാണ്. എന്താണ്? എന്ത് തുടങ്ങുമ്പോൾ ഒരു നന്മയെന്ന് തുടങ്ങുക, ഒരു നല്ല വിചാരത്തിൽ നിന്ന് തുടങ്ങുക, ഒരു നല്ല ആശയത്തിൽ നിന്ന് തുടങ്ങുക, ഒരു നല്ല ചിന്തയിൽ നിന്ന് തുടങ്ങുക, ഒരു നല്ല ഭാവത്തിൽ നിന്ന് തുടങ്ങുക എന്നുള്ള നന്മയുടെ ബുദ്ധിയാണ് അതിലൊക്കെ. ഇപ്പോൾ രാജാക്കന്മാരൊക്കെ രാവിലെ എണീറ്റ് നമ്മൾ ചിലരൊക്കെ രാവിലെയൊക്കെ ദേഷ്യം പിടിക്കുക, എന്തെങ്കിലും ശുണ്ഠി എടുക്കുക, വേണ്ടതിനൊക്കെ ഇങ്ങനെ കടിച്ചു കൊടയുക. അപ്പം നമ്മൾ പറയും, സാറ് ഇന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് എണീട്ടതില്ലേ ചോദിക്കാൻ. എന്നുവെച്ചെന്താർത്ഥം? ഇടത്തോട്ട് തിരിഞ്ഞ് എണീട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞാലും വലത്തോട്ട് തിരിഞ്ഞാലും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. ഇടത്തോട്ട് തിരിഞ്ഞ് എണീക്കുന്നത് ഒരു മോശമാണ്, വലത്ത് വശം ചേർന്ന് എണീക്കണം എന്നൊക്കെ. എങ്ങനെ എണീറ്റാലും നമ്മുടെ സ്വഭാവമൊക്കെ പണ്ടത്തെ തന്നെയാണ്. എന്നാലും അതൊരു ശുഭമായ സൂചനയാണ് വലത്തോട്ട് തിരിഞ്ഞ് എണീക്കുക നല്ല മട്ടം. അതായത് അങ്ങൊരു നല്ല സ്ഥിതിയിലല്ലേ തുടങ്ങിയത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവനും കശപിശയാണല്ലോ എന്ന് സൂചിപ്പിക്കുക. അപ്പോൾ തുടക്കമൊക്കെ നന്നാവണം. അപ്പോൾ രാജാക്കന്മാരുടെ തുടക്കം എന്തായാലും നന്നാവണം. അതിനാണ് ഈ രാജാക്കന്മാരെ സ്തുതിപാഠകന്മാർ സ്തുതിക്കണത്. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ എന്ത് തോന്നും? പഴയ കാലത്തെ വലിപ്പത്തിൽ അതൊന്നുമല്ലാതെ മനസ്സ് നന്നായാലേ, മനസ്സ് ശാന്തമായാലേ എല്ലാ കാര്യങ്ങളും നന്നാവുള്ളൂ. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെയൊക്കെ മനസ്സിൻ്റെയൊക്കെ ഗതി നമ്മളെയൊക്കെ ബാധിക്കും. ഇപ്പം നമ്മുടെ ഭരിക്കുന്ന ഒരാൾ പ്രാന്തനാന്ന് കൂട്ടിക്കോളൂ, സ്വൈരം ഉണ്ടാവുമോ? അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പ്രാന്ത് ചെയ്താൽ നാട് കേടാവില്ലേ? നമ്മുടെ കുടുംബത്തിലുള്ള ആൾ പ്രാന്തനാച്ചാൽ ആ കുടുംബത്തെ അറിഞ്ഞാൽ മതി. ആ മതിലിൻ്റെ ഉള്ളിൽ അപ്രാന്തൻ്റെ വിഷമമുള്ളൂ, ആ ഒരു കുടുംബമല്ലേ വിഷമിക്കുള്ളൂ. മറ്റതൊരു നാടിനെ ബാധിക്കും. ഭരണാധികാരിയുടെ സുഖവും ദുഃഖവും വിഷമവും ഒക്കെ ബാധിക്കും. മനസ്സിലാവുണ്ടോ പറയുന്നത്? അങ്ങനെ സ്തുതിപാഠകന്മാരൊക്കെ ഉണ്ടാവണ ആ സമയത്ത് രാജാവാണെങ്കിലോ ദശരഥൻ ഉറങ്ങിയിട്ടില്ല. എന്താണ്? അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയല്ലേ, രാത്രി മുഴുവനും ഉറങ്ങാതെ ദുഃഖത്തോടെ ഇങ്ങനെ ഇരുന്നയാളുടെ മുഖം എങ്ങനെ ഉണ്ടാവും? ഉറങ്ങായോണ്ട് കണ്ണൊക്കെ വല്ലാണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഈ ഉറക്കം നേരെയാവാണ്ട വന്നാൽ എന്താ ഉണ്ടാവുക എന്നറിയാം? കണ്ണിലാണ് അതൊക്കെ നല്ലോണം അറിയും. കണ്ണ് കണ്ട നമ്മൾ ചോദിക്കും, എന്നാലും എന്താ ഉറങ്ങിയിട്ടില്ലേ? എന്താ തിരുമേനി എങ്ങനെ ചോദിച്ചത്? അല്ല കണ്ണൊക്കെ എത്ര ശണ്ടേ? അത് പണ്ടേ എങ്ങനെയാണെന്ന്. എന്താ? അപ്പോൾ കണ്ണ് കണ്ടാൽ നമുക്കറിയാം ഉറക്കം നേരെയില്ല, അല്ലെങ്കിൽ വയ്യായ തോന്നണോ, തലവേദനിക്കുമ്പോഴൊക്കെ അത് കണ്ണ് കണ്ടാൽ അറിയാം. കണ്ണിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. തലയ്ക്ക് വയ്യായുണ്ട്, പനി വന്നാൽ മനസ്സിലാവും, ക്ഷീണം വന്നാൽ മനസ്സിലാവും. ഒക്കെ ഏറ്റവും വേഗം മനസ്സിലാക്കിച്ച് തരുന്നൊരു ഒരു അവയവമാണ് ഈ കണ്ണേ. കണ്ണുമുഖം വാടുക എന്നൊക്കെ പറയില്ലേ, ചുമക്കുക, അല്ലെങ്കിൽ വെള്ളറി പോവുക, അല്ലെങ്കിൽ കരുവാളിക്കുക, അങ്ങനെയൊക്കെ പല മാറ്റങ്ങൾ എപ്പോഴും കണ്ട് ശീലമുള്ളവർക്ക് കണ്ടാൽ എന്ത് മനസ്സിലാവും? മാറ്റം വേഗം മനസ്സിലാവും. രാജാക്കന്മാരെ അങ്ങനെയൊന്നും ആവരുത്. പ്രസന്നന്മാരായിട്ട് രാജ്യം നന്നായിട്ട് ഭരിക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ രാജാവ് അന്ന് രാത്രി ഉറങ്ങായോണ്ട് കണ്ണൊക്കെ നല്ലോണം നീരൊക്കെ വന്നാൽ മതി. പ്രായമുണ്ടല്ലോ രാജാവിന് 73 അങ്ങനെ ഏതാണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രായം ഉണ്ടാവും. 73 ഉറപ്പിച്ചവിടെയും പറയണ്ട, ഒരു 73-ൻ്റെയൊക്കെ ജാതിയിലുള്ള പ്രായം. അങ്ങനെയൊക്കെ എന്താ അങ്ങനെ പറയാൻ കാരണം? രാജാവിൻ്റെ പ്രായം ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ ആ 60,000 പിടിച്ചുണ്ടാക്കിയതാണിത്. അത് വെച്ചിട്ട് അളന്ന് കൂട്ടി ഏതായാലും പിന്നെ വൃദ്ധൻ 2-3 തവണ എടുത്ത് പറയുകയും ചെയ്തു. അപ്പം നമുക്ക് തീരുമാനമായി എന്ത് ഇതൊക്കെ തന്നെയാവും. പ്രായസായ ആളല്ലേ, പ്രായമൊക്കെ ആകുമ്പോൾ ഉറക്കം നേരെയില്ലേ, ക്ഷീണം കൂടുതൽ കൂടും, വയ്യായ തോന്നും, മുഖമൊക്കെ വല്ലാണ്ട് ഒരു രാജാവ്. അപ്പം ഈ രാജാവ് ഉറക്കമില്ലാതെ കണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും പറയണ്ട. അദ്ദേഹം എന്ത് ചെയ്തത്? പ്രഭാതാശർവരി പുണ്യ, രാത്രി വെളിച്ചായിട്ട് വന്നു. രാജാവാണെങ്കിലോ ഇങ്ങനെ ഈ വെളിച്ചായിട്ട് വന്നപ്പോൾ ഇങ്ങനെ ഇരിക്കണേ. അദ്ദേഹം ഇങ്ങനെ അന്താളിച്ചിരിക്കുന്ന സമയത്ത് ഈ എണീട്ട കട്ടിലിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ചാരിയിരിക്കുമ്പം ഇവിടെ ഇപ്പം എന്താണെന്നാണെങ്കിൽ രാമൻ്റെ പട്ടാഭിഷേകത്തിന് ഒരുക്കി വെച്ച സാധനങ്ങളെ കൊണ്ട് എൻ്റെ പിണ്ടം കഴിച്ച് നീ സന്തോഷിച്ചോളൂ, നീ മനസ്സിലായില്ലേ, സന്തോഷിച്ചോളൂ എന്നും പറഞ്ഞു. സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം രാജാവ് പറയുകയും ചെയ്തു, പിന്നെ ഒരു കാര്യമുണ്ട്, നീയും എൻ്റെ മകൻ എൻ്റെ ശവം പോലും തൊട്ടുപോകരുതെന്നും പറഞ്ഞു.
ആരോട്? കൈകൈയോട്. പിണ്ടത്തിനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പറഞ്ഞു, നീ നിൻ്റെ മകന് എൻ്റെ ശരീരം തൊട്ടു പോവരുത്, ക്രിയ ചെയ്യരുത്. അമ്മ പറഞ്ഞില്ല, അത് വേണ്ട. വിൽപത്രക്കാരെഴുതി, രാജാവ് എഴുതി. എന്നിട്ട് രാജാവ് പറയാണ്, കോപത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറയാണ്, എന്താ വെച്ചാൽ ഈ രാജാവ് ഇങ്ങനെ ഉറങ്ങണില്ല എന്ന് കണ്ടപ്പം കൈകേയി പറഞ്ഞു, രാജാവേ, അങ്ങ് ഈ രണ്ടാം തരം പറഞ്ഞു ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങയുടെ മകൻ രാമനില്ലേ, രാമനെ പടക്കി വരുത്തൂ. അങ്ങക്ക് മടിയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. എന്ത് മടിയുണ്ടെങ്കിൽ? കാട്ടിക്ക് പോകാൻ പറയാനേ അങ്ങക്ക് മടി തോന്നുന്നു വെച്ചാൽ എനിക്ക് വിഷമമില്ല, ഞാൻ പറഞ്ഞോളാം, മകനെ ഇങ്ങോട്ട് വരുത്തൂ, നോക്കാലോ നമുക്കെന്നും പറഞ്ഞു. രാജാവിന് ഇതൊക്കെ അങ്ങനെ കേൾക്കുമ്പോഴേ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ കൂർത്തം മൂർത്ത ഒരു സൂചിയോ കമ്പിയൊക്കെ കൊണ്ടുവന്ന് ദേഹത്ത് കുത്തി എങ്ങനെ ഉണ്ടാവും? കെട്ടിയിട്ടാണ്ട കുത്തിയാൽ നമ്മൾ കുത്തിയവനെ എന്തായാലും തിരിച്ചങ്ങോട്ടും കുത്തി പ്രതിരോധിക്കുകയൊക്കെ ചെയ്യും. കയ്യും കാലമൊക്കെ കെട്ടിയിട്ട് നിവൃത്തിയില്ലാത്ത മട്ടിലാക്കിയിട്ട് കുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അല്ലാത്ത വിഷമല്ല. ജാതി കുത്താണ് ആര് കുത്തണത്? കൈ കുത്തണത്. അപ്പം അതുകൊണ്ട് എന്തേ ചോദിച്ചാൽ, അങ്ങ് രാമനെ വരുത്തിച്ചാൽ ബാക്കി കാര്യം ഞാനായിക്കോളാം, എനിക്ക് അങ്ങനത്തെ വിഷമമൊന്നുമില്ല. ഇപ്പം ഇവിടെ ഉപമ പറയുന്നത് എന്താ ചോദിച്ചാൽ, കെട്ടിയിട്ടിട്ട് ചാട്ടവാറോണ്ട് തല്ലും പോലെയാണ് രാജാവിനെ ആരും ഉപദ്രവിച്ചത്. ചാട്ടവാറോണ്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അടിക്കുമ്പോൾ അടി കൊള്ളാനേ പറ്റുള്ളൂ, തിരിച്ചൊന്നും ചെയ്യാനും പറ്റില്ലേ. ഒടുക്കം നേരം പുലർന്നു, സൂര്യൻ ഉദിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വസിഷ്ഠര് തലേന്നാൾ ഇതിനൊക്കെ ഒരുങ്ങി പുറപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ ചുമതലയിലാണല്ലോ അഭിഷേകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയത്. അപ്പം അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ, രാജാവിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയണമല്ലോ, രാജാവ് ഒക്കെ ഒരുങ്ങിയിട്ടുണ്ട്, അങ്ങ് എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ കുളിയും തേവാരൊക്കെ കഴിഞ്ഞ് അങ്ങ് എഴുന്നള്ളി വന്നാൽ നമുക്ക് എന്ത് തുടങ്ങാം? അഭിഷേക ക്രിയകൾക്കുള്ള ഒരുക്കങ്ങളാവാം. അപ്പം അതിന് വന്നോളൂ എന്നൊക്കെ പറയാൻ വസിഷ്ഠർ വലിയ സന്തോഷമായിട്ട്, വസിഷ്ഠോ ഗുണസമ്പന്ന ശിഷ്യൈ പരിസമാവൃത ഉപസംഗൃഹ്യ സംഭാരാൻ പ്രവിവേശ പുരോത്തമം. അങ്ങനെ അഭിഷേകത്തിന് വേണ്ട സംഭാരങ്ങൾ ഒരുക്കങ്ങളൊക്കെ ഏറ്റെടുത്ത് ശിഷ്യന്മാരോട് കൂടിയിട്ട് രാജാവ് ഇരിക്കണ ദിക്കിലേക്ക് ആര് പുറപ്പെട്ടു? വസിഷ്ഠര് പുറപ്പെട്ടു. മഹാമുനി വസിഷ്ഠര് വന്നപ്പോൾ എന്താ ചെയ്തു വെച്ചാൽ, അദ്ദേഹം ഇങ്ങോട്ട് വസിഷ്ഠരിങ്ങനെ വരുമ്പോഴാണ് വാതിൽക്കൽ ആരെ കണ്ടു? സുമന്ത്രരെ കണ്ടു. മുറിയുടെ വാതിൽക്കലേ സുമന്ത്രര് നല്ല യോഗ്യനായിട്ട് അങ്ങനെ നിൽക്കണു. അപ്പോൾ സൂതനോട് ഇദ്ദേഹം, ഈ സുമന്ത്രര് സൂതജാതിയിൽ പെട്ട ആളായതുകൊണ്ട് അദ്ദേഹത്തെ സൂതൻ എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കും. ആരെ? സുമന്ത്രരെ. സൂതനെന്നും വിളിക്കും, സുമന്ത്രരെ എന്നും വിളിക്കും, അങ്ങനെ പല പേരും വിളിക്കും. അപ്പോൾ ഈ സുമന്ത്രരെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സുമന്ത്രരെ അങ്ങൊരു കാര്യം ചെയ്യൂ, വസിഷ്ഠ മഹർഷി ഒക്കെ തയ്യാറായിട്ട് വന്നിരിക്കണോ, പുറത്ത് വന്നിരിക്കണം എന്ന് രാജാവിനെ അറിയിക്കുമെന്നും പറഞ്ഞു. രാജാവിൻ്റെ അടുത്തേക്ക് അങ്ങനെ ഇങ്ങോട്ട് കയറി ചെല്ലാൻ പാടില്ല, അങ്ങനെ ഒരു നിയമം പണ്ടുണ്ട്. രാജാക്കന്മാരെയൊന്നും കാണാൻ നമ്മൾ നല്ല ആര് പോവുകയാണെങ്കിലും രാജാവിൻ്റെ അടുത്തേക്ക് നേരെ അങ്ങോട്ട് കയ്യും വീശി കയറി ചെല്ലുന്ന ഏർപ്പാട് ഇല്ല. സാധാരണക്കാരൊക്കെയാണ് പോകണമെന്ന് വെച്ചാൽ പിന്നെയും കുറേയും കൂടി ചിട്ടയുണ്ട് എന്തിന് പോവാൻ. ഇപ്പം നമ്മൾ മഹാരാജാവിൻ്റെ അടുത്ത് പണ്ടൊക്കെ രാജാവിനെ കാണാൻ നമ്മൾ നേരെ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യം ചെന്ന് രാജാവിനെ ചെന്നിട്ടൊന്നും മിണ്ടാനൊന്നും പാടില്ല. അങ്ങനെയൊന്നും ഉപചാരം പറയണം. രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് തൊഴുതിട്ട് പറയണം, മഹാരാജാവ് വിജയിക്കട്ടെ. രാജാവ് തോറ്റിട്ട് 3 കൊല്ലമായി, എന്നാലും കാണുമ്പോൾ ആദ്യം എന്ത് പറയണം? മഹാരാജാവ് വിജയിക്കട്ടെ എന്ന് പറയണം. ഇല്ലെങ്കിൽ എന്ത് പറയണം? മഹാരാജാവ് നീണാൾ വാഴട്ടെ. ശ്വാസം വലിച്ച് കിടക്കുക, മറ്റോ ജീരകവെള്ളത്തിൽ ഗുളിക അങ്ങനെ ചാലിക്കുക, ഏത് വായു ഗുളിക. അപ്പോൾ നമ്മൾ എന്ത് പറയണം? വീഴട്ടെ, നല്ല വാഴട്ടെ എന്ന്. അതിനൊന്നും അർത്ഥമില്ല എന്ന് ചത്തുപോകാൻ കിടക്കണ രാജാവിനും അറിയാം, കേൾക്കണവർക്കും ഒക്കെ അറിയാച്ചാലും അതൊരു ഉപചാര. രാജാവിനോട് അങ്ങനെ പറഞ്ഞിട്ടേ നമ്മൾ തുടങ്ങാവൂ. പിന്നെ രാജാവിനോട് വർത്തമാനം പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാടോ രാജാവേ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. രാജാവിനെ ഞാൻ നീ അങ്ങന്ന് വിളിക്കാൻ പാടില്ല. രാജാവിൻ്റെ അടുത്ത് നമ്മൾ പറയുമ്പോൾ എല്ലാറ്റിനും അതിനനുസരിച്ച ഭാഷയുണ്ട്. രാജാവിൻ്റെ മുമ്പിൽ വിട കൊള്ളുക. എന്ത് കൊള്ളുക? അടിയൻ വിട കൊണ്ട് എന്തുകൊണ്ട്? അങ്ങനെയൊക്കെയാണ് പറയേണ്ടത്, അങ്ങനെയൊക്കെയാണ് പറയാവൂ. പിന്നെ രാജാവ് ഊണഴിക്കുകയാണെങ്കിലോ ചോറുണ്ടല്ലേ രാജാവേ അങ്ങനെ പറയാൻ പാടില്ല. എന്താ പറയണം? അമറയത്ത്. എന്താ അത്? അമൃതയത്ത്. രാജാവ് റേഷൻ കടയത്തെ കല്ലരി ഉണ്ടാലും എന്തേ പറയുള്ളൂ? അമൃതയത്ത്. നമ്മൾ നല്ല പഴനെല്ലിൻ്റെ അരി പത്തായപ്പരയിൽ നിന്ന് നെല്ല് കൊണ്ടുവന്ന് കുത്തി വെച്ചുണ്ടാലും എന്തേ പറയുള്ളൂ? കല്ലരി ഉണ്ടോന്ന്. എന്തരി? നമ്മൾ നല്ല ചോറുണ്ടാലും കല്ലരി ഉണ്ട്. രാജാവ് കല്ലുള്ള അരി ഉണ്ടാലും അമറയത്തുണ്ട്. ഇപ്പം രാജാവ് ഇങ്ങോട്ട് കയറി വന്നാൽ എന്താ പറയുക? രാജാവ് ഇങ്ങോട്ട് കയറി വന്നു. അപ്പോൾ നമ്മളെന്ത് പറയും? മഹാരാജാവ് എഴുന്നള്ളുന്നു എന്നാ പറയും. എന്തള്ളുന്നു? എഴുന്നള്ളുന്നു എന്ന്. നമ്മളാരെങ്കിലും വന്നാൽ രാവിലെ തന്നെ വലിഞ്ഞു കയറി വന്നു എന്നും പറയും. വ്യത്യാസം മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ് രാജാക്കന്മാർക്ക് വ്യത്യാസമുണ്ട്. ഇനി രാജാവ് ഉറങ്ങിയാലോ? രാജാവ് ഉറങ്ങുകയാണെങ്കിൽ
പള്ളിക്കുറുപ്പ്, നാരായണക്കുറുപ്പല്ല, പള്ളിക്കുറുപ്പ് കൊണ്ടുവന്ന് പറയണം. രാജാവ് ഉറങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. ഉറങ്ങുകയാണെന്നാ. നമ്മൾ ഉറങ്ങിയാലോ ആ കീറപ്പായൽ ചുരുട്ട് കൂടിയെന്ന് പറയും. നമ്മൾ നല്ല വിലയുള്ള കട്ടിലിൻ്റെ മുകളിൽ 25,000 കട്ടിലും അതിൽ 30,000 കിടക്കയും അതിലൊരു വിലയില്ലാത്ത നമ്മളും എന്ത് അതിൻ്റെ മുകളിൽ കിടക്കണം. നമുക്ക് എന്ത് വിലയുണ്ട്? വിറ്റാ വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടില്ല. വാങ്ങാനും വലിയ വിലയില്ല. കണ്ടിട്ടില്ലേ അത്? അപ്പോൾ നമ്മളത്ര നല്ല കിടക്കായ്മ കിടന്നാലും കീറപ്പായൽ ചുരുണ്ട് കൂടിയവർ രാജാവ് ആ കീറപ്പായൽ ബസ് സ്റ്റാൻഡിൽ ചുരുണ്ട് കൂടിയാലും എന്തേ പറയുള്ളൂ? ആ പള്ളിക്കുറുപ്പ് കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ. അതൊക്കെ പഴയ കാലത്തെ ഭാഷ. അപ്പം രാജാവിനെ കാണാൻ ചെല്ലുമ്പോഴും മിണ്ടി പറയുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴും ഒക്കെ ആയിട്ടിൽ എന്തുണ്ട് ഈ തരം ആചാരഭാഷകൾ പ്രയോഗിക്കാം. അപ്പം വസിഷ്ഠരെ കയറി വന്നപ്പം നേരെ കയറി ചെല്ലാൻ പറ്റില്ല. ഇദ്ദേഹത്തോട് പറഞ്ഞു, സുമന്ത്രരോട് പറഞ്ഞു, സുമന്ത്രരെ അങ്ങൊന്ന് ചെന്ന് അകത്ത് ചെന്ന് പറയൂ രാജാവിനോട്, വസിഷ്ഠരെ ഗുരുനാഥൻ വസിഷ്ഠര് വന്നിരിക്കണോ, പുറത്ത് നിന്ന് പോയിട്ട് പറയൂ എന്നും പറഞ്ഞു. അങ്ങനെ ഈ വർത്തമാനം പറയാനായിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് ആര് കയറി ചെന്നു? സുമന്ത്രര് കയറി ചെന്നു. സുമന്ത്രർക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. എന്താ വെച്ചാൽ അദ്ദേഹത്തിന് തംതു പൂർവോദിതം വൃദ്ധം ദ്വാരസ്ഥാരാജസമ്മതം നിശേകുരഭിസംരോദ്ധം രാജ്ഞ പ്രിയ ചികീർഷവ. ഈ സുമന്ത്രര് രാജാവിൻ്റെ മുറിയിലേക്ക് കയറി വരുന്ന സമയത്ത് ഈ ദ്വാസ്ഥന്മാരാ പറഞ്ഞാൽ മനസ്സിലാവുമോ? വാതിൽക്കൽ നിൽക്കണവരില്ലേ, ഈ കൊട്ടാരത്തിൻ്റെയൊക്കെ വാതിൽക്കൽ കാവൽക്കാർ നിൽക്കില്ലേ, ആ കാവൽക്കാര് അദ്ദേഹത്തെ എന്ത് ചെയ്തില്ല? നിശേകുരഭിസംരോധം, അദ്ദേഹത്തെ തടഞ്ഞില്ല. ആരെ തടഞ്ഞില്ല? സുമന്ത്രരെ തടഞ്ഞില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? സുമന്ത്രരൊക്കെ സമയം കാലം നോക്കാതെ രാജാവിൻ്റെ അടുത്തേക്ക് എവിടെയും കയറി വരാനുള്ള അവകാശം ആദ്യം കൊടുത്തിട്ടുണ്ട്? രാജാവ്. ആ ഈ ഓർഡറിൻ്റെ മുകളിലായതുകൊണ്ട് എന്തിനാണ് പ്രാബല്യം? അദ്ദേഹത്തിന് സുമന്ത്രരെ ആരും തടയില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? രാജാവും സുമന്ത്രരും തമ്മിലുള്ള ബന്ധം ഒരു കേവലം മന്ത്രി ഉദ്യോഗസ്ഥനോട് രാജാവ് എന്ന് പറഞ്ഞ പരമാധികാരി പെരുമാറണമെന്നല്ല. അതിലേറെ ഒരു പരസ്പര ബഹുമാനവും സ്നേഹവും ബന്ധവും ആര് തമ്മിലുണ്ട്? സുമന്ത്രരൊരു കുടുംബത്തെ ആളെ പോലെയാണ് സുമന്ത്രരെ രാജാവ് കൂട്ടി പരിഗണിക്കുന്നത്. സുമന്ത്രർക്കും അറിയാം. രാമനൊക്കെ അങ്ങനെയാണ്. സുമന്ത്രരെ കാണുമ്പോൾ വല്ലാതെ അച്ഛനെ പോലെ ബഹുമാനിക്കും. ശ്രീരാമനും ലക്ഷ്മണനൊക്കെ ആരെ ഈ അച്ഛൻ്റെ തേരാളിയാണല്ലോ എന്നും പറഞ്ഞ് ബഹുമാനിക്കണമൊക്കെ ഉണ്ട്. അത് ഈ അച്ഛൻ കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കൂടി. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ കാരണവരെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നന്നായി ബഹുമാനിച്ച് ശീലിച്ച ഒരാളെ കുട്ടിക്കാലം മുതലേ കണ്ട് ശീലിച്ച നമ്മൾ ആ കാരണവരെ കണ്ട എന്ത് ചെയ്യും? നമ്മൾ ഓർമ്മ വെച്ച കാലം മുതലേ നമ്മുടെ അച്ഛനും അമ്മയും മുത്തശ്ശനൊക്കെ ഈ കാരണവർ വന്ന അദ്ദേഹത്തെ നല്ലോണം സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും വലിയൊരു കേമായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നതും കണ്ട് ശീലിച്ച് വളർന്ന നമ്മൾ പിന്നെ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് വെച്ച് കണ്ടാൽ എന്ത് ചെയ്യും? അച്ഛനമ്മമാർ കാണിച്ച ബഹുമാനവും സ്നേഹമൊക്കെ നമ്മൾ കൊടുക്കും. അതൊരു ശീലമാണ്. അതുകൊണ്ടാണ് കുടുംബത്തൊക്കെ നല്ല മട്ടുമാതിരി ഉണ്ടായില്ലേ, കുട്ടികളൊക്കെ നല്ല മട്ടുമാതിരിയും പഠിക്കുള്ളൂ എന്ന് പറയണതേ. നമുക്കില്ലാത്തതൊന്നും നമ്മുടേതിന് ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നത് വിവരക്കേടാ. എന്താണ് നമുക്കില്ലാത്തത്? മനസ്സിലായില്ലേ അല്ലേ? കുട്ടികൾക്ക് മനസ്സിലാവണ്ട വെച്ചിട്ട് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ആർക്കും മനസ്സിലാവണ്ടേ? എന്ത് നമുക്കില്ലാത്തത് നമ്മുടേതിനുണ്ടാവണമെന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വിവരക്കേടാ. മനസ്സിലാവില്ലേ? നമുക്കുള്ളതൊക്കെ നമ്മുടേതിന് വെച്ചാൽ നമുക്കുള്ള നന്മകളൊക്കെ അതുകൊണ്ട് നമ്മുടേതിന് നല്ലവണ്ണം ഉണ്ടാവണമെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം? നമ്മൾ തന്നെ തുടങ്ങണം ആദ്യം എന്നാണ്. അതാണ് മനസ്സിലാവില്ലേ? 10 ഗുണം 10 അല്ല 25 ഗുണമാണ് ഇപ്പം കുമാരി. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം രാജാവിന് ഈ വിധം ഒരു ബഹുമാന്യത ഈ സുമന്ത്രർക്ക് കൽപ്പിക്കൊണ്ട് ദ്വാസ്ഥന്മാർ എന്ത് ചെയ്തില്ല? അദ്ദേഹത്തെ തടഞ്ഞില്ല, വഴിയിൽ തടഞ്ഞില്ല. അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ ദ്വാരപാലന്മാരുടെ തടസ്സമൊന്നും ഇല്ലാതെ അകത്തേക്ക് കയറി ചെന്നു. അപ്പം അകത്തേക്ക് കയറി ചെന്നിട്ട് സുമന്ത്രര് രാജാവിനെ സ്തുതിക്കാൻ തുടങ്ങി. എന്തിന്? അദ്ദേഹം സൂതനും കൂടിയാണല്ലോ. മന്ത്രിയാണെങ്കിലും സൂതമാഗധവന്തികൾ എന്ന് പറഞ്ഞ് രാജാവിനെ സ്തുതിക്കണ കൂട്ടത്തിൽപ്പെട്ട ആളും കൂടിയാണ്. അദ്ദേഹം രാജാവിനെ നല്ലോണം നന്നായിട്ട് അങ്ങോട്ട് സ്തുതിച്ചു. സ്തുതി ഇങ്ങനെ വലിയ വലിയ കേമായ കാര്യങ്ങളൊക്കെ സുമന്ത്രര് പറയുന്നത്. ഇതൊക്കെ വിസ്തരിച്ച് സാധാരണ പതിവ് പോലെ അദ്ദേഹം ഇങ്ങനെ സ്തുതിച്ച് ഇങ്ങനെ ഇരുന്ന് പുറപ്പെട്ട സമയത്ത് രാജാവിനോട് പറഞ്ഞു, രാജാവേ രാത്രി അവസാനിച്ചു, അങ്ങ് ചന്ദ്രനെ പോലെ ഉദിച്ച് ഇനി എന്ത് ചെയ്യണം? പകലിനെ ശോഭായമാനമാക്കി പ്രജകളുടെ ഹൃദയത്തെ ആനന്ദ തുന്തിലമാക്കിയാലും എന്നൊക്കെ പറഞ്ഞ് ആര് നീട്ടിപ്പാടി. സുമന്ത്രരെ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ കഷ്ടത്തിലായിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് നമ്മളെ സ്തുതിക്കുക വലിയ കേമായിട്ടൊക്കെ പറഞ്ഞാൽ നമുക്കുണ്ട് വികാരം എന്തായിരിക്കും? ദേഷ്യം വരില്ലേ? നമ്മൾ കലശലായിട്ട് ദേഷ്യമായിട്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് നമ്മളോട് തമാശ പറഞ്ഞാൽ എന്തായിരിക്കും? അതോടെ അവൻ്റെ പിണ്ടക്രിയക്കുള്ള ആളെ വിളിക്കുക. പിന്നെ എന്താ കാരണം?
ആ വന്നവൻ്റെ കാര്യം എന്താ തീരുമാനമാവും. ശരിയല്ലേ ഇത്? ഇപ്പം ഈ അദ്ദേഹം അതൊന്നും അറിയണില്ലല്ലോ. സുമന്ത്രൻ അദ്ദേഹം പതിവ് ചെയ്യണ പണി വന്ന് ചെയ്തതാണ്. രാജാവിൻ്റെ സ്ഥിതിയും മനസ്ഥിതിയും മനോഭാവവും സമ്പ്രദായവും സാഹചര്യം വേറെയാണല്ലോ. അത് അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അതറിയാതെയാണ് അദ്ദേഹം സ്തുതിക്കണത്. അദ്ദേഹം ഗതാ ഭഗവതീ രാത്രി രഹസ്യ, അതല്ലേ, അഹശിവമുപസ്ഥിതം പ്രതിബുദ്ധ്യസ്വരാജരിഷേ കുരു കാര്യമനന്തരം.